ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോയോട് അർജുൻ ചോദിക്കുന്നു, ജിൻഡോ ചേട്ടാ ഒരു പൂരിയും കൂടെ വേണോ എന്ന്. അപ്പോൾ ജിൻഡോ പറയുന്നു, വേണ്ടടാ, ഞാൻ 8 കഴിച്ചു, എനിക്കിനി വേണ്ട എന്ന്. എന്നാൽ ഒരെണ്ണം കൂടി കഴിച്ച് 9 ആക്ക് എന്ന് അർജുൻ പറയുന്നു. ജിൻഡോയുടെ അടുത്ത് ജാൻമണി ഇരിക്കുന്നുണ്ട്. എന്നാൽ ആ 9 ആക്ക് എന്ന് പറഞ്ഞത് ജാൻമണീനെ 9 എന്ന് വിളിച്ചതായിട്ട് ജാൻമണിയും ജിൻഡോയും കരുതുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നില്ല അർജുൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരെണ്ണം കൂടെ കഴിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം അർജുന് പൂരി മതിയായതുകൊണ്ട് സ്വന്തം പൂരി വേസ്റ്റ് ആക്കണ്ട എന്ന് കരുതിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നാണ് തോന്നുന്നത്. എന്നാൽ വീണ്ടും പോയിട്ട് സ്മോക്കിംഗ് റൂമിൽ പോയിട്ട് ഇതിനെക്കുറിച്ചിട്ട് ജാൻമണിയും ജിൻഡോയും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ജാൻമണിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ജാൻമണി പറയുന്നു, എന്നെ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചു എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ അത് പറഞ്ഞ ആൾക്കറിയാം എന്താണ് പറഞ്ഞതെന്ന്, ഇനി അങ്ങനെ പാടില്ല എന്ന് പറയുന്നു. വഴിക്കൂടെ പോണ അല്ലെങ്കിൽ ആകാശത്തോട് പോണ എല്ലാ വള്ളിയും ഏറ്റുപിടിക്കുന്ന നോറ പറയാൻ തുടങ്ങി, ഇത് ജാൻമണി ചേച്ചി എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, എന്നെയാണ്, അല്ലെങ്കിൽ ആരാണ് മോശമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പോകണം, അല്ലെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാനാ പറഞ്ഞതെന്നൊക്കെ വിചാരിക്കുന്നു പറഞ്ഞ് നോറ അലറാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. ജാസ്മിനും തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, ഇതാരാന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ റസ്മിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് അവരുടെ ഇഷ്ടമല്ലേ, പറയണോ വേണ്ടയോ ഉള്ളത് അവരുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു ബഹളമായിട്ട് അപ്പോൾ ആണെങ്കിൽ ഒന്ന് വഴി കൂടെ പോകണം, എല്ലാ വള്ളിയും ഏറ്റ് പിടിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സിബിൻ എഴുന്നേറ്റിട്ടും സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ, നിങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ള വള്ളിയല്ല പറഞ്ഞത്, നിങ്ങളെ അല്ല, ഒന്ന് മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് ജാസ്മിൻ എന്ത് ചെയ്തു, ജാസ്മിൻ സിബിനോട് പറഞ്ഞു, വേസ്റ്റ് കിടന്ന് ചിലയ്ക്കുന്നുണ്ട്, അവൻ്റെ ഷോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ജാസ്മിൻ്റെ ഒരു ആംഗ്യ ഭാഷയും സംസാരവും ഒക്കെ കണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആയ സിബിൻ ഒന്നാമതേ കണ്ടുകൂടാ ജാസ്മിനെ. അവനാണെങ്കിൽ അദ്ദേഹമാണെങ്കിൽ ആ സോഫയിൽ 3 ഇടി ഇടിക്കുന്നു. എന്നിട്ട് കൈകൊണ്ട് ഒരു ജസ്റ്റർ കാണിക്കുന്നു. ആ ജസ്റ്റർ എന്താണ് കാണിച്ചതെന്ന് ലൈവിലൊന്നും കാണിച്ചിട്ടില്ല, ബിഗ് ബോസ് കട്ട് ചെയ്തു എന്ന് തോന്നുന്നു, കാണിച്ചിട്ടില്ല. ഇത് കണ്ട മാത്രമേ ജാസ്മിൻ ചൂടായിട്ട് ഇത് മോശമായിട്ടുള്ള ജസ്റ്ററാണ് കാണിച്ചത്, ഇങ്ങനത്തെ മോശം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ റസ്മിനൊക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഏറ്റുപിടിക്കുന്നു. കയ്യിൽ നിന്ന് പോയിന്ന് സിബിന് മനസ്സിലാവുന്നു. സിബിൻ അപ്പോളജൈസ് ചെയ്യുന്നു, ഇങ്ങനൊരു കാര്യം കാണിച്ചു വിടാൻ പറ്റാത്ത കാര്യമാണ്, ഞാനത് കാണിച്ചു, ക്ഷമിക്കണം, എൻ്റെ കൊണ്ട് മോശം വാക്ക് വരരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കൈകൊണ്ട് കാണിച്ചത്, എനിക്ക് അത്രത്തോളം ഇറിറ്റേറ്റഡ് ആയിട്ടാണ് കാണിച്ചത് എന്ന് പറയുന്നു. ബിഗ് ബോസ് സിബിനെ വാൺ ചെയ്യുന്നു, ഇത് അവസാനത്തെ വാണിംഗ് ആണ്, നിങ്ങൾ ആഗ്രഹിച്ച് വന്നൊരു ഷോ ആണ്, ഇവിടെ ഇങ്ങനത്തെ മോശമായിട്ടുള്ള ആംഗ്യ ഭാഷ അനുവദിക്കുന്നതല്ല, ഇതിനെക്കുറിച്ച് മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ ഉറപ്പായിട്ടും ചോദിക്കും എന്ന് വാൺ ചെയ്ത് വിടുന്നു. സത്യത്തിൽ സിബിൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്, സിബിൻ ചെയ്ത് 100% തെറ്റാണ്, ഒരിക്കലും ഒരു മോശമായിട്ടുള്ളൊരു ആംഗ്യഭാഷ കാണിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ ഈ തവണ ഗബ്രി വല്ലതായിട്ട് ചൂടായിട്ടൊന്നുമില്ല, കാരണം ഗബ്രിയുടെ വായിൽ നിന്ന് ഇതുപോലത്തെ മോശമായിട്ടുള്ള വാക്കുകൾ വരുന്നത് കൊണ്ടാണോ എന്നറിയില്ല. സിബിൻ നല്ലൊരു ഗെയിമറാണ്, പക്ഷേ ഇമോഷൻസിനെ കുറച്ചും കൂടെ നന്നായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നേരത്തെ ഒരു മത്സരാർത്ഥിക്ക് പറ്റിയതുപോലെ പുറത്താകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.